ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ബോട്ടിലിന്റെ അടപ്പ് വെച്ചിട്ട് ഒരു കിടിലൻ വാൾ ഹാങ്ങറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വാൾ ഹാങ്ങർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ബോട്ടിലിന്റെ അടപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ അടപ്പിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത ഭാഗം ഒന്ന് നിവർത്തിയും കൂടെ എടുത്തേക്കണേ. അങ്ങനെ നമ്മൾ എല്ലാ അടപ്പും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിനെ ചെറിയ പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരുപാട് പീസുകൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത ഓരോ പീസിലും ഓരോ സ്റ്റിക്ക് വീതം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത ആ അടപ്പെടുത്തിട്ട് അതിൽ കുറച്ച് പശയൊക്കെ വിത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ സ്റ്റിക്കും കൂടെ ഈ അടപ്പിൽ നമ്മൾ അടിപൊളിയായിട്ട് ഒട്ടിച്ച് എടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ ആവശ്യമുണ്ട്. എന്നിട്ട് ഒരു അടപ്പെടുത്തിട്ട് ആ അടപ്പിൻ്റെ വട്ടത്തിന് നമ്മൾ ആ കാർഡ്ബോർഡിൽ ഒരു വട്ടം വരച്ചിട്ട് ആ വട്ടം ഒന്ന് വെട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ സ്റ്റിക്ക് വീതം ഈ കാർഡ്ബോർഡിൻ്റെ പീസിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിരിക്കണേ. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ 2 കളറുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ അടപ്പ് ഉപയോഗിച്ചിട്ട് ഒരു പേപ്പറിൽ 3 കോളം വീതം വരച്ച് എടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുപോലെ 2 കളറിൽ നിന്ന് 3 പീസ് വീതം വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ഒന്ന് മടക്കുകയും അതുപോലെ ഒട്ടിച്ചൊക്കെ എടുക്കണം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിരിക്കണേ. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഒരു ചെറിയ നൂലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നൂലും കൂടെ നമുക്ക് ഈ വാൾ ഹാങ്ങറിൻ്റെ പുറകിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.